الله وبركاته. الحمد لله رب العالمين. الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وجعل خاتمة الطاعة عيدا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. الله أكبر الله أكبر الله أكبر، لا إله إلا الله. الله أكبر الله أكبر ولله الحمد. സ്നേഹബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാകണമേ എന്ന് ആമുഖം ഒന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ചര്യ അനുസ്മരിച്ചുകൊണ്ട് മദീനയുടെ മസ്ജിദുൻ നബവിയിൽ നിന്ന് 100 വാര അകലെയുള്ള ജബ്ബാന എന്ന് പറയുന്ന മുസല്ലായിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ച പ്രവാചകന്റെ മാതൃകയിലാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അദ്ദേഹം ആ ഈദ്ഗാഹിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയം ലീൽഹാരിൽ ജമാലിൽ ഇസ്ലാമി അലൽ കുഫാർ, ഇസ്ലാമിന്റെ പ്രൗഢമായ ഭംഗി കാഫിറുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈദിന്റെ ലക്ഷ്യത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിൽഹാരിൽ ജമാലിൽ ഇസ്ലാമി അലൽ കുഫാർ, ഇസ്ലാമിന്റെ പ്രൗഢമായ ഭംഗി അവിശ്വാസികളായ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈദിന്റെ നമസ്കാരങ്ങളെ മൈതാനിയിലേക്ക് മാറ്റിയതിന്റെ ഹിക്മത്ത് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, എന്താണ് ഈ പെരുന്നാളിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് നമ്മളുടെ മനസ്സുകളിൽ നിന്ന്, ഒരു ജയിലറകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഫീൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് എവിടെയോ ഒരു തകരാറ് സംഭവിച്ചു എന്നുള്ളതാണ്. നേരെ മറിച്ച് അല്ലാഹു തആല അനുഗ്രഹമായി തന്ന റമദാൻ ഞങ്ങളോട് വിട പറഞ്ഞു പോയല്ലോ, ഇനി ആ ആത്മചൈതന്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകണമെന്ന ഒരു ചിന്തയാണ് നമ്മളുടെ മനസ്സുകളിൽ വരുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് ഈമാനിന്റെ ലക്ഷണമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ആലോചിക്കണം, ഈ പെരുന്നാളിന്റെ ആശംസകളെ കൈമാറുന്ന സന്ദർഭങ്ങളിൽ
നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ അഭിവാദ്യത്തിന്റെ വാക്ക് റബ്ബന തഖബ്ബൽ മിന്ന എന്ന ഇസ്ലാമിലെ ദുആ. ആ പ്രാർത്ഥനയെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് കടന്നു വരേണ്ടത്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിലെ തറാവീഹുകളും അതിന്റെ നോമ്പുകളും അതിന്റെ ഖിയാമുകളും വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും എന്തിനേറെ ഈ ഈദിന്റെ മുസല്ലായിലേക്ക് കടന്നു വരുമ്പോ അനുഷ്ഠിച്ചു വന്ന സുന്നത്തുകളും ഈ കഴിഞ്ഞ നമസ്കാരം ഉൾപ്പെടെ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് എന്നൊരു മനസ്സുണ്ടാവണം നമ്മളോട്. പ്രിയമുള്ളവരെ, ആ ഒരു തേട്ടമില്ലാതെ ഏത് ധൈര്യത്തിലാണ് അള്ളാഹുവിലേക്ക് മടങ്ങാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? നാളെ അള്ളാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ അള്ളാഹുവിന് ഈ ആരാധനകൾ വേണ്ട എന്ന് പറഞ്ഞാൽ എവിടെ പോയിട്ടാണ് നമുക്കത് സ്വരൂപിക്കാൻ സാധിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ അടിത്തറവാകുന്ന സന്ദർഭങ്ങളിലൂടെ അള്ളാഹുവിനോട് പറഞ്ഞുപോയൊരു വാക്കുണ്ട്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിന്റെ ആശംസകൾ കൈമാറുമ്പോ ഇതുവരെയുള്ള നോമ്പുകളെ മറക്കാനില്ല, അതുവരെയുള്ള ആരാധനകളെ മറക്കാനില്ല. ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് എന്ന ഒരു മനസ്സോടുകൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഇനി പ്രിയമുള്ളവരെ, ആലോചിക്കണം, മുന്നോട്ടുള്ള ജീവിതങ്ങൾ ഏത് രീതിയിലൂടെ കടന്നു പോകണമെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത്. നോക്കേ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിലൂടെ കാണാൻ സാധിക്കുന്ന സത്യമായ ഒരു വാക്കുണ്ട്, വലാ തകൂനു കല്ലതീന ഖലതു അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ദൃഢമായി നൂൽനൂറ്റതിന്റെ ശേഷം അതിന്റെ ഇഴകളെ വേർതിരിച്ചു കളഞ്ഞ് ഒരു വിഡ്ഢിയായ സ്ത്രീ പോലെ നിങ്ങൾ ആരും ആകരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയാൻ. കുറെ നൂലിഴകളെ കൊണ്ടുവന്ന് അതിനെ കഷ്ടപ്പെട്ട് നെയ്തെടുത്തൊരു വസ്ത്രമാക്കി മാറ്റി അതൊരു പൂർണ്ണമായ വസ്ത്രമായി മാറുമ്പോ അതിന്റെ ഇഴകളിൽ നിന്ന് ഓരോ നൂലിഴകളെയും തിരിച്ചു പറിച്ചാലോ പഴയതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 29 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ പകലുകളിൽ സൂക്ഷ്മതയോടുകൂടെ നാം പാലിച്ച ഒരു തഖ്വ നമ്മളിൽ ഉണ്ടായിരുന്നു. അതിന്റെ അന്ത്യയാമങ്ങളിലും നമ്മളുടെ നാവുകളെ നമ്മൾ കൺട്രോൾ ചെയ്തവരായിരുന്നു, അള്ളാഹുവിനെ ഓർത്തവരായിരുന്നു, നമസ്കാരം നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു. നാവുകളെ കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റുകളും വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളാലും തത്തിക്കളിച്ച ആളുകളായിരുന്നു നമ്മൾ. പക്ഷെ ഒരിക്കലും തന്നെ ഈ പെരുന്നാളോടുകൂടെ അതിനെ തകർത്തെറിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഒരുപക്ഷെ എല്ലാം അതിന്റെ ആത്മചൈതന്യത്തോടെ ആയിക്കൊള്ളണമെന്നില്ല. ആളുകളൊക്കെ നോമ്പെടുത്തപ്പോ അതിന്റെ കൂടെ നോമ്പെടുത്ത ആളുകൾ ഉണ്ടായേക്കാം. ആളുകളൊക്കെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ അതിന്റെ കൂടെ ഒഴുകിയ ആളുകൾ ഉണ്ടായിരിക്കാം. വിശുദ്ധ ഖുർആനിന്റെ 5-ാമധ്യായം സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അൻസല മിനസ് സമാഇ മാഅ. ഉപരിഭാഗത്ത് നിന്ന് അല്ലാഹു തആല മഴ ഇറക്കി തരികയാണ്, വെള്ളം ഇറക്കി തരികയാണ്. ഫസാലത ഔദിയ. അങ്ങനെ മലവെള്ളപ്പാച്ചിലൂടെ അതിന്റെ താഴ്വരകൾ അതിന്റെ വെള്ളങ്ങളുമായി മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുമ്പോ അതിൽ നുരയും പതയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടെ ചണ്ടികൾ ഒഴുകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ആ മഴവെള്ളപ്പാച്ചിലിൽ അടിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ, അത് നിലച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ആ മണ്ണിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അഥവാ അതിന്റെ നുരകൾ അടിഞ്ഞു പോയേക്കാം, അതിന്റെ ചണ്ടികൾ അളിഞ്ഞു പോയേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ മലവെള്ളപ്പാച്ചിലെങ്ങാനും ഒരു വിത്തുകൾ ഒഴുകി വരുന്നുണ്ടെങ്കിൽ ആ വിത്തുകൾ ആ മണ്ണിൽ തങ്ങിക്കിടന്ന് അതിനെ ഫലഭൂയിഷ്ഠമാക്കി അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമായി തീരുന്നത് പോലെ റമദാനിന്റെ ഒഴുക്കിലൂടെ നമ്മൾ ഒഴുകി വന്നാലും ഉപകാരമുള്ള വിത്തുകളെ പോലെ ഈ റമദാനിന് ശേഷമായി തീരണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാളെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങുമ്പോ ആർക്കാണ് സമാധാനമുള്ളത്? ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫ് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അത് മാത്രമല്ലാട്ടോ, സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുക. നന്നാവാൻ ആരെക്കൊണ്ടും സാധ്യമാണ്, പക്ഷെ ഇസ്തിഖാമത്ത് ഉണ്ടാവാൻ, നിലനിന്ന് പോകാൻ. റമദാനിലൂടെ നന്നായത് പെരുന്നാളിലൂടെ അവസാനിക്കാനല്ല, ഇതിനെ തുടർത്തിക്കൊണ്ടുപോകാൻ. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഭയപ്പെടാനൊന്നുമില്ല. വലാ ഹും യഹ്സനൂൻ, ഒരു ദുഃഖം പോലും അവരുടെ മനസ്സുകളെ അലട്ടുന്നില്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്.
അതുകൊണ്ട് നന്മയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയമുള്ളവരെ, ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു ചെറിയ പെരുന്നാളുമായി ഏറ്റവും ലഘുവായ രീതിയിലൂടെ എണ്ണിയാൽ 10ഓളം വരുന്ന സുന്നത്തുകളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സുന്നത്തുകളുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാളിനെ ആഘോഷിക്കപ്പെടാനുള്ളത്. വേദനാജനകമെന്ന് പറയട്ടെ, ഇന്നത്തെ രാവിലത്തെ ന്യൂസുകൾ പോലും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പെരുന്നാളിന്റെ സെലിബ്രേഷന്റെ ഭാഗമായി അവിടെ നിന്ന് കരിമരുന്നുകളും വെടിമരുന്നുകളും ഉപയോഗിച്ചതിന്റെ ഫലമായി ആളുകൾ ഇന്ന് ഹോസ്പിറ്റലിലാണ്. പെരുന്നാളിന്റെ നമസ്കാരത്തിന് വരാൻ പോലും തൗഫീഖില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരുന്നത് നാദാപുരത്തിന്റെ ഭാഗത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ മാറുമ്പോ എവിടെയാണ് ആഘോഷങ്ങൾ? ജീവിതമെന്ന് പറഞ്ഞാൽ അത് മുഴുവനും അടിച്ചു പൊളിക്കാനുള്ളതാണ്, തകർക്കാനുള്ളതാണ് എന്ന ചിന്താഗതി നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരുന്നുവെങ്കിൽ അതിന്റെ നമസ്കാരമാണ് ഏറ്റവും വലിയ ആഘോഷമെന്ന് പഠിപ്പിച്ചതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹങ്ങളെ കൈമാറാൻ, അതിലുപരി ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ മുസല്ല കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുണ്ട്. നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളോട് പ്രിയമുള്ളവരെ ഒരു കാര്യം തുറച്ചു പറയുകയാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ജ്യേഷ്ഠനോട് മിണ്ടണില്ല, അനിയനോട് ബന്ധമില്ല, കുടുംബക്കാരോട് സ്നേഹമില്ല. ഒരു കാര്യം പറയാൻ, നമ്മൾ നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, തലക്കു മുകളിൽ അല്ലാഹു ഉയർത്തിയില്ല, തലക്കു മുകളിൽ അല്ലാഹു തആല ഉയർത്തിയില്ല. ആരുടെ വിഷയത്തില്? കുടുംബ ബന്ധം മുറിച്ചവന്റെ വിഷയങ്ങളിലാണ്. ഇങ്ങോട്ട് വരുന്നവന്റെ വീട്ടിൽ അങ്ങോട്ട് പോകല് കുടുംബ ബന്ധം നിലനിർത്തി പോകലാണ്. എന്നാൽ ആര് ബന്ധങ്ങളെ മുറിക്കുന്നുവോ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്താലും വേണ്ടില്ല, ആ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ. കുടുംബ ബന്ധം മുറിക്കുന്നവനാരോ അവൻ സ്വർഗത്തിലേക്കില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് എന്നിലേക്ക് ചേർത്ത് വെച്ചതാണ് കുടുംബ ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് ആര് കുടുംബ ബന്ധത്തെ ചേർത്തുവോ അവൻ എന്നെ ചേർത്തവനാണ്, ആര് കുടുംബ ബന്ധത്തെ മുറിച്ചുവോ അവൻ എന്നെ മുറിച്ചവനാണ് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പ്രിയമുള്ളവരെ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ജ്യേഷ്ഠൻ ചോര ഛർദ്ദിക്കുന്നത് കണ്ടാലും അവന്റെ വീട്ടിലേക്ക് കയറാൻ എനിക്ക് മടിയാണ് എന്ന് പറഞ്ഞ് മുന്നിലൂടെ നടന്നുപോയിട്ട് അവസാനം ജ്യേഷ്ഠന്റെ മരണ വാർത്ത കടന്നു വരുമ്പോ ലജ്ജയില്ലാതെ വീട്ടിലേക്ക് കടന്നു വന്ന് തണുത്തുറച്ചു പോയ ആ മയ്യത്തിന്റെ കഫംപടവയിൽ നിന്ന് മുഖത്തിന്റെ മൂടുപടങ്ങളെ മാറ്റി മുഖം കാണുമ്പോഴല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ ആരോടാ പ്രിയമുള്ളവരെ വൈരാഗ്യം വെക്കാനുള്ളത്? ആരോടാ ദേഷ്യം വെക്കാനുള്ളത്? ഇത്തിരി പോന്നൊരു ജീവിതത്തിന്റെ ഏറ്റവും അവസാന മൊമെന്റില് മരണത്തിന്റെ കിടക്കയിൽ കിടക്കുമ്പോ നമ്മൾ പറയും, അല്ലാഹുവേ ഇത്രയൊന്നും വേണ്ടായിരുന്നു, ചിലരോടൊക്കെ വിട്ടുവീഴ്ച കൊടുക്കാമായിരുന്നു. ആ വിലാപങ്ങളെ കൊണ്ട് സ്ഥാനമില്ലാതെ പോകുമെന്നുള്ളത് അറിയാതെ പോകരുത്. ഈഗോ വേണ്ട പ്രിയമുള്ളവരെ. നമ്മളൊന്ന് താന്നു കൊടുത്താൽ വിജയിക്കുന്നവർ നമ്മളാണെന്ന് മനസ്സിലാക്കുക. ഇനി ആഘോഷങ്ങൾ എങ്ങനെയാണ്? പ്രിയപ്പെട്ട യുവതലമുറകളോട്, ചെറുപ്പക്കാരോട്, ജീവിതമെന്ന് പറഞ്ഞാൽ മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു തലവാചകത്തെ ഉയർത്തിപ്പിടിക്കുന്നവരോട്, എന്റെ ജീവിതം എന്നുള്ളത് അതെന്റെ സെലക്ഷനാണ്, എന്റെ നിലപാടുകളാണ്, എന്റെ ചോയ്സ് ആണ് എന്ന് പറയുന്ന ആളുകളോട് പ്രിയമുള്ളവരെ, ഈ ലൈഫിനെ തദ്ബീർ ചെയ്യുന്നവനാരാണ്? നിയന്ത്രിക്കുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ നിന്ന് സ്പന്ദിക്കുന്ന ഹൃദയങ്ങളുടെ ഒരു സെക്കൻഡ് പോലും നമ്മളുടെ കൺട്രോളിലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണങ്ങളിലാണ്. അതുകൊണ്ട് ആഘോഷങ്ങളെ അതിരിവിടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ആരും മാറരുത് എന്നുള്ളതാണ്. അതിലുപരി ഏറ്റവും ശ്രദ്ധേയമായി പറയാനുള്ളത് പ്രിയമുള്ളവരെ, നമുക്കിടയിലൂടെ കടന്നു വരുന്ന ലിബറൽ വാദങ്ങളും സ്വതന്ത്രവാദങ്ങളും ഉണ്ടാക്കി തീർത്ത ചില പരാജയങ്ങളെ നിസ്സാരമായി അവഗണിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്താ വിഷയമെന്നറിയുമോ? ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ഈ കേരളത്തിന്റെ മണ്ണിലൂടെ ദൈവമില്ല, നിരീശ്വരവാദം എന്ന് പറഞ്ഞ് യുക്തിവാദത്തിന്റെ ആളുകൾ സംവാദങ്ങൾ നടത്തി, ഡിബേറ്റുകൾ നടത്തി ആളുകളെ കൊടിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു വേർഷൻ അവർ പുറത്തിറക്കി. ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്രമായ ചിന്താഗതിക്കാരാണ്. അവിടെ മതങ്ങളുടെ പ്രശ്നമില്ല. ആ നമ്മളുടെ മക്കളുടെ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈദ്ഗാഹിന്റെ മൈതാനിൽ വന്നവരല്ലേ, നോമ്പെടുത്ത് വന്നവരല്ലേ, മുസ്ലിമീങ്ങളല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് അറിയാതെ സൗദിയുടെ പണ്ഡിത സഭ മഴവിൽ വർണ്ണങ്ങളുള്ള കളിപ്പാട്ടങ്ങളെ നിരോധിക്കുമ്പോ എന്തിനാ വിരോധിച്ചത് എന്നറിയുമോ നിങ്ങൾക്ക്? ഈ ഫ്രീ തിങ്കേഴ്സിന്റെ ലേബലിലൂടെ കടന്നു വരുന്ന മഴവിൽ വർണ്ണങ്ങളുടെ രൂപത്തിൽ കുട്ടികളുടെ ഉള്ളിൽ കടന്നു വന്നിട്ട് നമ്മളുടെ മക്കളുടെ ഹാഷ്ടാഗുകൾ എന്നറിയോ? യോളോ, യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ.
ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ അവിടെ ഇസ്ലാം അവർക്ക് തടസ്സമായി മാറുന്നു, അവിടെ വാപ്പാന്റെ ഉമ്മാന്റെ മതം അവർക്കെതിരായി മാറുന്നു. സ്വാഭാവികമായും മക്കൾ ആ മതത്തിനോട് വിട പറയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നു. അങ്ങ് ഫാഷിസത്തിന്റെ മറ്റൊരു കുറുക്കു വഴിയായിട്ടുള്ള ഈ ലിബറൽ വാദങ്ങളുടെ അവസ്ഥകളാണ് നമ്മളുടെ ഉള്ളിൽ കടന്നു വരുന്നത് എങ്കിൽ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ഇഹലോക ജീവിതമില്ലയോ, അത് പെട്ടെന്ന് അവസാനിക്കും. നിങ്ങൾ അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള പരലോകമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിന്റെ രൂപത്തിലൂടെ കടന്നു വരുന്ന മാരകമായ വിപത്തുകളാണ് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. പ്രബുദ്ധരാണെന്ന്, മുസ്ലിങ്ങളാണെന്ന്, എന്റെ വീട്ടിൽ അതില്ല എന്ന് പറയുന്ന ആളുകളോട് മൂക്കിന്റെ താഴെയാണ് വളാഞ്ചേരിയുടെ മണ്ണില് HIV സ്ഥിരീകരിക്കപ്പെടുന്നത്. 10ഓളം വരുന്ന ആളുകൾക്ക് ഒരു സിറിഞ്ചിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപാദനങ്ങളാണെങ്കിൽ പ്രിയമുള്ളവരെ, ആഴ്ചകളായിട്ടില്ല പെരുമ്പിലാവിന്റെ മണ്ണിൽ ലഹരിയുടെ കൂട്ടായ്മകൾ തമ്മിൽ തല്ലി ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂക്കിന്റെ താഴെയാണ് ലഹരി എന്ന് പറയുന്ന വിഷയങ്ങളെ ഉന്മൂലനം ചെയ്യാൻ, പരിപൂർണമായി പൊരുതാൻ എന്റെ കുടുംബത്തിലില്ല എന്ന് പറയാൻ ചാലിശ്ശേരിയുടെ മണ്ണില്, മുക്കൂട്ടയുടെ മണ്ണില്, കൂറ്റനാടിന്റെ മണ്ണില്, പെരുമ്പിലാവിന്റെ മണ്ണില് പ്രിയമുള്ളവരെ, ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കിൽ, ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടെങ്കിൽ, ഒരു കഠിനമായ രോഗത്തിന് വിധേയമായ ആളുകളുണ്ടെങ്കിൽ ആളെ ചികിത്സിക്കാൻ, പിരിവെടുത്ത് ട്രീറ്റ്മെന്റ് നടത്താൻ നമ്മളൊക്കെ തയ്യാറാകുന്നുവെങ്കിൽ ഏത് മഹാമാരിയെക്കാളും പടർന്നു പന്തലിക്കുന്ന മാരകമായ വിപത്താണ് ലഹരി എന്ന് പറയുന്നത്. കാരണം അള്ളാന്റെ പ്രമാണങ്ങൾ പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് മുഴുവനും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒന്നുകൂടെ മനസ്സിലാക്കണം, നമ്മൾ പറയും ഖംറ് മദ്യമെന്നല്ലയോ അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. എന്താ ഖംറ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു കള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയങ്ങളല്ല. ഖംറ് എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനങ്ങള് മാഹാമറൽ അഖൽ, നിങ്ങളുടെ ബുദ്ധിയെ മൂടിക്കളയുന്ന, മരവിച്ചു കളയുന്ന ഏതെല്ലാം ഉണ്ടോ അതാണ് ലഹരി എന്ന് പറയുന്നത്. ഉമ്മാനെ തിരിച്ചറിയാൻ കഴിയില്ല, പെങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഗർഭം ചുമന്ന വയറിലേക്ക് ചവിട്ടാൻ ഒതുങ്ങുന്നുവെങ്കിൽ, ചുംബിച്ച ചുണ്ടുകളോട് അച്ചുമുറിച്ചെടുക്കാൻ മനസ്സ് വെമ്പുന്നുവെങ്കിൽ ആ മക്കളുടെ അവസ്ഥ എന്താണ്? 2025 ജനുവരി മാസം തുടങ്ങുമ്പോ ഈ വയനാടിന്റെ അടിവാരത്തിന്റെ താഴ്വരയിൽ താമരശ്ശേരിയുടെ ഭാഗങ്ങളിലൂടെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ കഴുത്തെടുത്ത മകൻ ആശ്ചര്യമായി നമ്മളുടെ മനസ്സുകളിലൂടെ തോന്നുന്നുവെങ്കിൽ ഇന്ന് മാർച്ച് 31 നമ്മൾ എത്തുമ്പോ നമുക്കതൊരു പ്രശ്നമില്ല. നാട് മുഴുവനും ഇത് കേൾക്കുകയാണ്. ദിവസവും മക്കൾ ഉമ്മാനെ കൊല്ലുന്നു. നിങ്ങൾ നോക്ക്, 70 വയസ്സ് കഴിഞ്ഞ മാതാവിനെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് വൃദ്ധയായ ഒരു മാതാവ് പോലീസ് സ്റ്റേഷനിലൂടെ പരാതി നൽകുമ്പോ എവിടെയാ പ്രിയമുള്ളവരെ മഹാമറലാക്കൽ അവരുടെ ബുദ്ധികളെ മറയിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ഖലീലുഹു, അതിന്റെ ഏറ്റവും ചെറുതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് പാപമാണ്, അത് പാപമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടേ, നമ്മുടെ മക്കൾക്ക് നമുക്ക് കിട്ടണ്ടേ? അവരറിയാതെ ഇന്നിന്റെ കാലഘട്ടങ്ങളെ വലിയ വശമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, സംസാരത്തിലുള്ള അകൽച്ചകൾ മക്കളോട് മാറാൻ പാടില്ല. മൊബൈലിന്റെ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നവർ, ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്നവരാണ്. വാപ്പ ഫോണിലാണ്, ഉമ്മ ഫോണിലാണ്, മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. അവരാരോടുകൂടെ കൂട്ടുകൂടുന്നു എന്ന് അറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. നമ്മൾ നമ്മുടെ വീടിന്റെ പ്ലാനുകൾ തയ്യാറാക്കുമ്പോ സിറ്റ് ഔട്ട് ഉണ്ട്, കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്. പ്രിയമുള്ളവരെ, ഒരു ലിവിംഗ് റൂം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? വിരുന്നുകാർ വരുമ്പോ ഇരിക്കാനില്ല, വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരിക്കാൻ, അവർക്ക് ചർച്ച ചെയ്യാൻ, അവർക്ക് സംസാരിക്കാൻ. അവരുടെ സംസാരം എവിടെ തിരിയുന്നു എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ വേണ്ടേ നമുക്ക്? നാളെ നമ്മളുടെ മയ്യത്ത് കുളിപ്പിച്ച് കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആത്മാർത്ഥമായി കൈകെട്ടിയിട്ട് എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, എന്റെ കാലം നല്ല കുടുംബത്തിന് കൊടുക്കണേ എന്ന് പറയാൻ, അവിടെ നിന്ന് സ്വർഗത്തിന്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടി പറയാൻ, അല്ലാഹുവിന്റെ അടുക്കലൂടെ നാളെ മീസാനിലൂടെ മനുഷ്യൻ പേടിച്ചരണ്ട് നിൽക്കുമ്പോ നന്മ തിന്മകളെ തൂക്കി നോക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ നന്മയുടെ മീസാന് കനം കൂടാൻ അല്ലാഹുവേ ഇതിന് മാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് റബ്ബിനോട് പറയുമ്പോ ഇസ്തിഗ്ഫാർ വലദിക്കലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണ് എന്ന് അല്ലാഹു പറയുന്ന സന്തോഷ വാർത്ത കേൾക്കാൻ മക്കളെ കൊണ്ട് അല്ലാഹുവേ
കൺകുളിർമ നൽകണേ എന്ന പ്രാർത്ഥനകൾക്ക് അർത്ഥമുണ്ടാകാൻ മറന്നു പോകണ്ട. അള്ളാഹുവിനോട് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാഹ്, അവരെ മുത്തഖിയാക്കണേ എന്നല്ല, മുത്തഖികളുടെ മുന്നിൽ നിന്ന് നയിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ട മക്കളോട് ഏതെങ്കിലും ചോക്ലേറ്റിന്റെ കവറുകളിൽ നിങ്ങളിലേക്ക് ലഹരി കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു സിഗരറ്റ് മതിയെന്ന് പ്രസിദ്ധമായ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഒരു സിഗരറ്റിൽ ഒരു ഡ്രോപ്പ് ഹഷീഷ് 500 രൂപ വിൽപ്പന നടത്തിയത് ഈ ചാലിശ്ശേരിയുടെ മണ്ണിൽ നിന്ന് കേവലം 20 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ദൂരത്തിന്റെ പരിധിയിലാണെന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടിക്കപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഈ പട്ടാമ്പിയുടെ മണ്ണിൽ നിങ്ങൾ നോക്കും, മതം പോലും അറിയുന്ന ഒരു മകനാണ് ലോറിക്ക് പിന്നിലൂടെ ബൈക്ക് പോയിടിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോ പോക്കറ്റിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോ എവിടെയാ നമ്മളുടെ മക്കൾക്ക് പാളിപ്പോയത് എന്നറിയുമോ നിങ്ങൾക്ക്? അവർ ഭൗതികതയിൽ പുറത്തായിരത്തിന്റെ ബൾബ് കത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ 1500ന്റെ ബൾബ് കത്തട്ടെ, മക്കൾ മാതാപിതാക്കളിലേക്ക് അടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ അറിയേണ്ട വിഷയമുണ്ട്. ഏതെങ്കിലും ഒരു കേസിലൂടെ ഈ മകൻ പിടിക്കപ്പെട്ടവനാണ്, ഈ മകള് പിടിപ്പിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോ വീടിന്റെ അകത്തള പുറത്തു പോലും ഇറങ്ങിയിട്ടില്ലാത്ത ഉമ്മ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക് വേണ്ടി കെഞ്ചി പറയുന്നുണ്ടെങ്കിൽ, അവനെ തല്ലല്ല സാറേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഉമ്മമാരുടെ മനസ്സതാണ്. അറിയുമോ നിങ്ങൾക്ക്? ശരീരത്തിന്റെ 22 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന അനുഭവിച്ച് നമുക്ക് വേണ്ടി ജന്മം തന്ന് നമ്മളുടെ മാതാവില്ലയോ, നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലയോ? 3 അറകളും കീറിയിട്ട് സിസേറിയനാണെങ്കിൽ തിരിഞ്ഞു കിടന്ന് തന്റെ കുഞ്ഞിന് ആദ്യമായി പാല് കൊടുക്കുമ്പോ അനുഭവിക്കുന്ന വേദനയില്ലയോ? 2 വർഷക്കാലം പാലൂട്ടി നിന്ന് അറിയോ നിങ്ങൾക്ക്? ഭക്ഷണമില്ലാതെ ഒട്ടിപ്പോയ ശരീരങ്ങളിൽ നിന്ന് പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വന്ന കിന്നരിപ്പല്ല് കൊണ്ട് മാതാവിന്റെ മാരടത്തിനോട് കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളികൾ വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടിയ ഉമ്മാന്റെ കണ്ണീരാണ് നിങ്ങൾ വീഴ്ത്തുന്നത് എങ്കിൽ ജീവിതത്തിൽ ഒരു നല്ല ഭക്ഷണങ്ങൾ പോലും അറിയാതെ ഒരുപക്ഷെ പ്രവാസ ജീവിതത്തിന്റെ മൺകൂണുകളിലൂടെ ത്യാഗം അനുഭവിച്ച് നൊമ്പരങ്ങൾ അനുഭവിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച വാപ്പാന്റെ നൊമ്പരങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തണമെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിലൂടെ മാപ്പ് കിട്ടില്ല കേട്ടോ പ്രിയമുള്ളവരെ. അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വരരുത് പ്രിയമുള്ളവരെ. ലഹരി ഉണ്ടാക്കുന്ന ഏതെല്ലാം വസ്തുണ്ടോ അത് മദ്യമെന്നല്ല. നിങ്ങളുടെ ബുദ്ധികളെ മറിയിപ്പിക്കുന്ന MDMA ആവട്ടെ, രാസലഹരികളാവട്ടെ, സിന്തറ്റിക് ലഹരികളാവട്ടെ, കഞ്ചാവുകളാവട്ടെ, നിങ്ങളുടെ മനസ്സുകളെ മറിയിപ്പിച്ചു കളയുന്ന ഉമ്മാനെ തിരിച്ചറിയാതെ, പെങ്ങളെ തിരിച്ചറിയാതെ മാനസിക വിഭ്രാന്തിയോടുകൂടെ നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരുമ്പോ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ഒരു ബോധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആഘോഷങ്ങൾ ഒരിക്കലും അതിർത്തിവിടുന്ന ആഘോഷങ്ങളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലാണ്, സന്തോഷങ്ങളിലാണ്. വീട്ടിൽ നല്ലൊരു ഭക്ഷണമില്ലാത്ത ഒരുപക്ഷെ ആരും ഇവിടെ കടന്നു വന്നിട്ടുണ്ടാവില്ല. നല്ല വസ്ത്രങ്ങളാണ് നമ്മളൊക്കെ ധരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ആലോചിക്കണം, നമ്മളുടെ പ്രാർത്ഥനകൾ ഉയരേണ്ട ചില മേഖലകളുണ്ട്. ലോകത്തിന്റെ നാനാദിക്കുകളിലൂടെ ഈ ഒരു പെരുന്നാളിന്റെ ആഘോഷങ്ങൾക്ക് സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന മക്കളുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? റമദാനിന്റെ ഓരോ നോമ്പുതുറകളും നമ്മളിങ്ങനെ ആഹ്ലാദിച്ച് നടത്തുമ്പോ അങ്ങ് ഈജിപ്തിന്റെ ബോർഡറിൽ നിന്ന് ഫലസ്തീനിന്റെ ഗാസയുടെ മണ്ണിലേക്ക് കണ്ടെയ്നറുകൾ തടയപ്പെട്ടിട്ട് ഒരു തരി ഭക്ഷണം പോലും കിട്ടാതെ അവിടെ നൊമ്പരം അനുഭവിച്ച മക്കളുണ്ട്. പ്രിയമുള്ളവരെ, 3 ദിവസങ്ങളോളം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു പുല്ല് കഴിച്ചു അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ മക്കളാ നമ്മളുടെ മുമ്പിലുള്ളത്. പാഠം ഉൾക്കൊള്ളാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒന്ന് ആലോചിക്കണം പ്രിയമുള്ളവരെ. ഈ നോമ്പിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞ തഖ്വ നമ്മളിലൂടെ നിലനിർത്താൻ, അതോടൊപ്പം റബ്ബിലുള്ള തവക്കുൽ നമ്മളിലൂടെ നിലനിർത്താൻ ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ നമ്മളുടെ മുമ്പിൽ ഒരു പാഠമായി തീരട്ടെ എന്നുള്ളതാണ്. നാപ്പാം ബോംബുകളെ കൊണ്ട് പിഞ്ചുമക്കളുടെ നെഞ്ചകങ്ങളെ തകർക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ പോലും ആലോചിക്കണം പ്രിയമുള്ളവരെ. അല്ലാഹുവിനോട് തവക്കുൽ ചെയ്ത ഒരു സമുദായമുണ്ട് ഇവിടെ. 2 ഭാഗത്തിലേക്ക്
നെറ്റിയിലേക്ക് മുടിങ്ങനെ മുടഞ്ഞു കെട്ടി ഓമനത്തം തുളുമ്പുന്ന 3 വയസ്സുകാരിയുടെ നെറ്റിത്തടത്തിലേക്ക് ചുംബനം വെക്കുമ്പോ ആ വാക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണ് നിറഞ്ഞിട്ടില്ല, ചുണ്ട് മറച്ചിട്ടില്ല, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ട് എന്നാണ്. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ കമ്പികളിലൂടെ മരുന്ന് കൊടുത്തി പച്ചയായ ശരീരത്തിൽ നിന്ന് അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യുവത പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പ്രിയമുള്ളവരെ, ഉമ്മാന്റെ മൃതശരീരത്തിന് നാളെ മൂത്ത കുട്ടിക്ക് ഒരു 9 വയസ്സ് പ്രായം കാണും. അതിന് താഴെയുള്ള മക്കളോട് ഒരു 9 വയസ്സുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. പാപ്പാന്റെ കയ്യിലുള്ള മകന്റെ മൃതശരീരത്തിന് തലയോട്ടിയുടെ പാതി പോയിരിക്കുകയാണ്. എന്നിട്ടും ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഈ റമദാനിന്റെ 17ന്റെ ബദറിനെ അനുസ്മരിക്കുമ്പോ ബദരീകൾ പറഞ്ഞ മന്ത്രമാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമ്മളിങ്ങനെ ആശങ്കപ്പെടാൻ ഈ അവസ്ഥയിലൂടെ പോയാൽ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സാഹചര്യങ്ങൾ എന്താണ്? ഫാഷിസങ്ങൾ പിടിമുറക്കുമ്പോ നിയമപീഠങ്ങളും അധികാര കസേരകളും അവരുടെ കൈകളിലൂടെ കടന്നു വരുമ്പോ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരോട് അതിനു മുമ്പിലുള്ള ഞങ്ങളുടെ മൗലാനയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അതിന് താഴെയാണ് എല്ലാ നരാധമന്മാരും എന്നോർക്കാൻ, അതിന് താഴെയാണ് എല്ലാ ഭരണാധികാരികളും എന്നോർക്കാൻ. പ്രിയമുള്ളവരെ, ചെങ്കടലിന്റെ മുന്നിൽ ഇസ്രായേലി സമുദായവുമായി കടന്നു വന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ ചെങ്കടലാണ്, ഇപ്പുറത്ത് ഫിർഔനിന്റെ പട്ടാളങ്ങളാണ്. ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറയുമ്പോ കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി, എന്റെ കൂടെയുള്ള റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് അല്ലാഹുവിനോട് വരമേൽപ്പിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെങ്കടലിനെ പിളർന്നു പോയ കടലിനെ ഫുട്പാത്താക്കിയ ബസ അതിനെ ഉണക്കി തീർത്ത റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് ഹയ്യാണ്, ഇന്ന് ഖയ്യൂമാണ്. കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ എറിയപ്പെടുമ്പോ മനുഷ്യന്റെ കഴിവുകൾ അസ്തമിക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാ പ്രിയമുള്ളവരെ പേടിക്കുന്നത്? മുഴുവൻ ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന, ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉറപ്പാണ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിലൂടെ ഈ മുഴുവൻ ചരാചരങ്ങളും കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണോ? കാല് ചലിപ്പിക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇറാഖിന്റെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ, ചെച്ചീനയിൽ, ഗോസ്രോബയിൽ, ലെബനാനിലൂടെ നാശങ്ങൾ വിതച്ച ജോർജ് ബുഷുമാരോട്, അവന്റെ പിതാവ് ജോർജ് ഡബ്ല്യു ബുഷിനോട്, നരാധമന്മാരോട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിലാണ്. ആ റബ്ബിൽ തവക്കുലാക്കാനാണ് ഈ റമദാൻ ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഇതുവരെ പറഞ്ഞ തക്ബീറിന്റെ മന്ത്രങ്ങളിൽ വരെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, എനിക്കേറ്റവും വലുത് എന്റെ അല്ലാഹുവാണ്, എന്റെ അല്ലാഹുവാണ്, അവനല്ലാതെ എനിക്കൊരു ആരാധനമില്ല. എന്റെ ആരാധനകളുടെ അഹ്കാമുകൾ, എന്റെ പ്രാർത്ഥന, എന്റെ സഹായതേട്ടം, എന്റെ ആരാധന, എന്റെ സത്യം ചെയ്യൽ, എന്റെ നേർച്ച വഴിപാടുകൾ എന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിതത്തിൽ തന്നെ മുഴുവൻ സൗഭാഗ്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നന്ദി പറയാൻ കഴിയുന്ന ലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു അവസ്ഥകളിലൂടെ വിട പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആലോചിക്കണം, ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇനി ഈ ജീവിതം തുടർച്ചയായി പോകുന്നില്ല, മരണത്തോടുകൂടെ അവസാനിക്കില്ല. ജീവിതം ആരംഭിക്കുകയാണ്. നാളെ നമ്മളായിരിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപാടാണെങ്കിൽ ഓർക്കുന്നു, കഴിഞ്ഞ ഈദിന്റെ ഈ നമസ്കാരത്തിൽ, ഇതേ സ്ഥലത്ത്, ഇതേ നമസ്കാരത്തിൽ ഖുതുബക്കിടയിൽ ഒരു സഹോദരൻ അസ്വസ്ഥനായി അദ്ദേഹം വീണിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വന്ന 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ അവർ അദ്ദേഹത്തിന് വേണ്ടി പരിചരണങ്ങൾ നടത്തിയപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 3-ൽ 2 പേരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഅഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ പെരുന്നാളിൽ 3-ാമത്തെ സഫിലെ അവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞ്. നമ്മൾ ആലോചിച്ച് നോക്കി, ചെറുപ്പക്കാരാൻ, ആരോഗ്യ ദൃഢഗാത്രരാൻ. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ 2004 മുതൽ ഈ ചാലിശ്ശേരിയിലെ മണ്ണിലെ ഖുത്ബ നടത്തുന്ന ഒരാളാണ് ഞാൻ.
നിങ്ങളോട്ട് നിന്ന് കണ്ണ് ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ എത്ര വേണ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി നമ്മളോട് വിട പറഞ്ഞു പോയവർ. പേരുകൊണ്ട് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രമാത്രം വരുന്ന ദൃഢബന്ധങ്ങളാണ്. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ വിജയിപ്പിച്ചു കൊടുക്കണയുള്ള ഈ 2017 നവംബർ 14 16 കാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഈ നാടിനൊരു പ്രകാശമായി അള്ളാഹു തന്നൊരു ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ സാധ്യമാകുന്ന TC മൗലവി അദ്ദേഹത്തെ മറവ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിൽ നിന്ന് ഒരു ഇൽമിനെ ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭങ്ങളാണ്. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ കടന്നു വരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ഏത് പ്രസംഗത്തിന്റെ സ്ഥലങ്ങളിലും തന്റെ മരക്കച്ചവടത്തിനിടയിലും ഓടി വന്നിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. നമുക്ക് ചാലിശ്ശേരി പള്ളിയിൽ ആദ്യകാലം മുതലേ ബാങ്ക് കൊടുത്ത പള്ളിക്ക് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. മസ്ജിദുർ റഹ്മാനിൽ അവിടുന്ന് ബാങ്ക് കൊടുക്കാൻ ധൃതി കാണിച്ചിരുന്ന മുക്കുട്ടയിലുള്ള നമ്മളുടെ സഹോദരന്മാർ, അങ്ങനെ പേരെടുത്താൽ എണ്ണിപ്പറയാൻ കഴിയാത്ത ഇവിടുത്തെ ഖുർആനിന്റെ പഠനങ്ങളിലും അതിന്റെ ഇൽമിന്റെ സദസ്സുകളിലും പ്രചോദനം നൽകിയിരുന്ന ആളുകൾ, ചാലിശ്ശേരിയുടെ മുഴുവൻ മുജാഹിദ് സലഫി മസ്ജിദുകളിലൂടെ നേതൃത്വം കൊടുത്തിരുന്ന അമരക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ ഞങ്ങളും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാനുള്ളവരാണ്. പ്രിയമുള്ളവർ, അറിയില്ല അടുത്ത പെരുന്നാളിന് നമ്മൾ ഉണ്ടാകുമോ, അടുത്ത പെരുന്നാൾ നമ്മൾ ഉണ്ടാകുമോ. എന്തിന് ഈ പെരുന്നാളിന്റെ വസ്ത്രം ധരിച്ച നമ്മളുടെ കരങ്ങളെ കൊണ്ട് അഴിച്ചു മാറ്റാൻ സാധ്യമാണോ, മറ്റുള്ളവരെ കൊണ്ട് അഴിച്ചു മാറ്റേണ്ടി വരുമോ എന്നുള്ളത് പറയാൻ സാധ്യമല്ല. ഈ ബന്ധങ്ങൾ അൽഹംദുലില്ലാ സംയുക്തമായ ഒരു ഈദ്ഗാഹിലൂടെ മുന്നോട്ട് പോകുമോ ഇതിന്റെ സ്നേഹത്തിന്റെ കണിക എവിടെ നിൽക്കണമെന്നറിയുമോ നിങ്ങൾക്ക്? നാളെ സോഷ്യൽ മീഡിയയുടെ പേജുകളിലൂടെ ഷാഫി സബാഹി എന്ന് നിങ്ങളെ വിളിക്കുന്ന എന്റെ മരണ വാർത്ത വാട്സപ്പുകളിലൂടെ കടന്നു വരുമ്പോ ആത്മാർത്ഥമായി എന്റെ ജനാദക്ക് മുന്നിൽ നമസ്കരിക്കുന്ന 100 തൗഹീദുള്ളവരെ കിട്ടാൻ ഒന്നുമല്ലെങ്കിൽ വരാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരനാണ്, പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ എന്റെ വിഷയം മാത്രമല്ല, മുക്കൂട്ടയിലുള്ള ആളാണ്, അതല്ല ഇന്ന് ചാലിശ്ശേരിയിലെ ആളാണ്, ഇവിടെ ഖദീജ മൻസിലുള്ള ആളാണ്, ഞങ്ങളുടെ സഹോദരനാണ്, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ 100 തൗഹീദുള്ളവരോട് എത്താൻ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് ആ മയ്യത്തിന് വേണ്ടി പറയാൻ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്നുള്ളതാണ്. തൗഹീദുള്ളവരെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന വിഷയമാണത്. അതുകൊണ്ട് മരണത്തെ ഓർക്കാൻ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ, ഭിന്നതകളില്ലാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളുടെ ആരെയും നീ മാറ്റില്ല അല്ലാഹ്. സ്വർഗത്തിൽ സ്ഥാനം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അമലുകളെ പരിപൂർണമായി കബൂൽ ചെയ്യുന്ന, ഇതുപോലെ സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ചേരുന്ന വിശ്വാസികളിലൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم كن لهم نصيرا ولا تكن عليهم. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ഏറ്റവും വലിയ ഒരു സുന്നത്ത്, പിരിയുമ്പോഴുള്ള സുന്നത്തിൽ മുത്തുനബി പറഞ്ഞത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു സ്വതക്ക ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചുമതലപ്പെടുത്തും, അത് പിരിക്കപ്പെടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പണം എന്നുള്ള ലക്ഷ്യത്തിന് പുറത്ത് ആ ഒരു സ്വതക്ക എന്ന സുന്നത്തിനെ നമ്മൾ നിറവേറ്റാൻ, ഈ നാട്ടിന്റെ നന്മക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് കൂടെ ഹയാത്താക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.